ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഇടിയപ്പം തയ്യാറാക്കുവാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗോതമ്പ് പൊടി ആദ്യമേ തന്നെ ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കുവാണ്. നല്ല ആവി വന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ നിറച്ച് ഗോതമ്പ് പൊടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആവി കയറാനായിട്ടൊന്ന് അടച്ചു വെക്കാം. നല്ലപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം മൂട തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല കട്ടിക്കായി വരണം. ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇടിയപ്പം തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇടിയപ്പം നമുക്ക് കിട്ടും. ശരിക്കും അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയാൽ പോലും ഇത്രയും നല്ല ഇടിയപ്പം കിട്ടുകയെന്ന് പറയാം. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ ചൂടാറുന്നതിന് മുമ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ചൂടോടുകൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ തണുത്ത വെള്ളം തന്നെ വെച്ച് മിക്സ് ചെയ്താൽ മതി. ആദ്യമേ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പൊടിക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി കുഴച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടുക. കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് നോക്കുക. ശരിക്കും നമുക്ക് ഷേപ്പിൽ ഇതുപോലെ കുഴയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പാകമായി എന്നുള്ളതാണ്. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇതിനി വാഴയിലയിലാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. പരത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് തേങ്ങ വിതറിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറച്ച് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലപോലെ ഷേപ്പിലൊന്ന് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ നമുക്കിതുപോലെ പിരിച്ചെടുക്കാവുന്നതാണ്. ശരിക്കും അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയാൽ പോലും ഇത്രയും ഷേപ്പിൽ നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ്. അത്രയും സോഫ്റ്റായിട്ടാണ് ഇടിയപ്പം കിട്ടുക. ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് പിരിച്ചെടുക്കാം. ഇതിനെ നല്ല ആവി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്കിതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ മേളിലായിട്ട് വെച്ച് കൊടുക്കാതെ പകുതി മാത്രം വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യമേ ഒന്ന് ആവി വന്നതിന് ശേഷമാണ് ബാക്കി ഇനി ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഇരിക്കുന്നതിനായിരിക്കും പെട്ടെന്ന് തന്നെ ആവി കയറി വെന്ത് കിട്ടുക. ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ ഇത് അടിപൊളിയാണ്. നമ്മുടെ ഇടിയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ള ഇടിയപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.